ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഗോൾഡൻ വിസ ലഭിച്ചിട്ടുള്ള CP ചെറിയിൽ. വെൽക്കം ടു ഗൾഫ് ഗസ്റ്റ്. ഇപ്പൊ പഠിക്കുന്ന കാലത്ത് തന്നെ NSS-ലൊക്കെ ഉണ്ടായിട്ട് കൊറോണ വാക്സിൻ പരീക്ഷണത്തിന് എൻ്റെ ശരീരം കൂടി ഞാൻ അതിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ഈ കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഫേസ് ചെയ്തതെന്ന് പറഞ്ഞാൽ അന്ന് വിസിറ്റ് വിസയിൽ വന്ന് വിസിറ്റ് വിസ ഓവറായിട്ടുള്ള ആൾക്കാരെ ആണ്. ഇഫ്താർ എനിക്കൊരിക്കലും ഫാമിലിയുടെ കൂടെ കഴിക്കാൻ സാധിക്കാറില്ല. ഒന്നുകിൽ ലേബർ ക്യാമ്പിൽ, ട്രാഫിക് സിഗ്നലുകളിൽ ഒക്കെ ഭക്ഷണ വിതരണത്തിലായിരിക്കും. ഞാൻ ഏകദേശം 2200 മണിക്കൂർ വളണ്ടിയറിങ് കംപ്ലീറ്റ് ചെയ്തതാണ്. എനിക്ക് മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൻ്റെ റെക്കഗ്നേഷൻ കിട്ടിയത്. ഗോൾഡൻ വിസ മാത്രമല്ല UAE ഗവൺമെൻറ് തന്നത്, ഗവൺമെൻറ് ചെലവിൽ എന്നെ ഉംറയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്റെ മുന്നിലിരിക്കുന്ന വ്യക്തി UAE മലയാളികൾക്ക് വളരെ സുപരിചിതനായിട്ടുള്ള ഒരാളാണ്. UAE ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഗോൾഡൻ വിസ ലഭിച്ചിട്ടുള്ള CP ചെറിയിൽ. വെൽക്കം ടു ഗൾഫ് ഗസ്റ്റ്. താങ്ക് യു. എന്തുണ്ട് ജലീൽക്ക വിശേഷങ്ങൾ? സുഖമാണ്. എങ്ങനെയാണ് ഈ സാമൂഹിക പ്രവർത്തന മേഖലയിലേക്ക് എത്തിപ്പെട്ടത്? എങ്ങനെയാണ് സാമൂഹിക പ്രവർത്തന മേഖല എന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ ചെറുപ്പം മുതൽ തന്നെ ഈ രംഗമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് സേവനവാരം എന്ന് പറയുന്നൊരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതുമുതൽ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ സന്നദ്ധ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കോളേജിലെത്തുമ്പോൾ NSS പോലുള്ള സന്നദ്ധ സംഘടനകളായിട്ട് ചേർന്നുകൊണ്ടുള്ള ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇവിടെ നമ്മളുടെ ജീവിതത്തിൽ മൊത്തം ആയിട്ട് വരുന്നത്. അങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എത്തിപ്പെട്ടത്. എന്താ പ്രൊഫഷൻ എന്താണ്? ഞാൻ ബിസിനസ് ചെയ്യാണ്. ഓൺ ബിസിനസ് ആണ്. അങ്ങനെ ജലീൽക്കൻ ഒന്ന് സ്വയം പരിചയപ്പെടുത്തിക്കോ. എങ്ങനെ പഠിച്ചത്? നാടൊക്കെ എവിടെയാണ്? എൻ്റെ സ്ഥലം കണ്ണൂർ ജില്ലയിൽ ഏഴോം ഗ്രാമത്തിൽ ഏഴോം മൂല എന്ന് പറയുന്ന സ്ഥലമാണ്. ഞാൻ പഠിച്ചത് മാടായി ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ, അതുപോലെ സർ സെയ്ദ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. എനിക്ക് 3 കുട്ടികൾ, ഭാര്യ, ഇതൊക്കെ അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. 2 പെൺകുട്ടികൾ, 1 ആൺകുട്ടി. അങ്ങനെ ഇപ്പൊ പഠിക്കുന്ന കാലത്ത് തന്നെ NSS-ലൊക്കെ ഉണ്ടായിട്ട് ആണ് ഈ മേഖലയിലേക്ക് ഇങ്ങനെ വരുന്നതില്ലേ? അന്ന് മുതലേ ഇങ്ങനെ സോഷ്യൽ വർക്കിംഗ് ഇഷ്ടമായിട്ടുള്ള ഒരാളാണ്. അതെ, കാരണം സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സംഘടനാ പ്രവർത്തനത്തെക്കാൾ കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള വർക്കുകളാണ്, പ്രത്യേകിച്ച് സന്നദ്ധ പ്രവർത്തനമാണ്. ഇവിടെ UAE എത്തിയപ്പോൾ അതിനുള്ള ഒരു ചാൻസ് എങ്ങനെ ആദ്യമായിട്ട് കിട്ടിയത്? ഇവിടെ സംഘടനകളുടെ കൂടെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു എന്താ പറയുക, ഓർഗനൈസ്ഡ് സ്റ്റൈലിലായിരുന്നില്ല. പക്ഷേ കൊറോണ വന്ന സമയത്ത് നമുക്ക് ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. ആ സമയത്താണ് ശരിക്കും പൂർണ്ണമായും ഈ മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നത്. ഇപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ നമ്മൾ നാട്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പറയും, അവരെന്നെ പറയാറുണ്ട്, നമ്മൾ പ്രവാസികളെ കണ്ടിട്ടാണ് കൂടുതലും നമ്മൾ ഇതിലേക്കൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പോൾ ഇവിടെ UAE നിന്ന് അങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ നമ്മൾ പ്രവാസികളെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരാൾക്ക് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് കുടുംബത്തിൻ്റെ സപ്പോർട്ട് പൂർണ്ണമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളും നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും. അപ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞു കൊറോണന്റെ വന്ന ടൈമിൽ ഇപ്പൊ ഏതൊരു മേഖലയും വളരെ സ്റ്റക്ക് ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു കൊറോണ ടൈം. ജലീൽക്കനെ സംബന്ധിച്ച് ഏറ്റവും പറയാനുള്ള ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ കൊറോണ? അതിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഫുള്ളി ലോക്ക്ഡൗൺ ആയ ഒരു ദിവസം എനിക്കൊരു കോൾ വരികയാണ്. കാരണം ഞങ്ങൾ 10-13 പേരുണ്ട് റൂമിൽ. അതിൽ കുറച്ച് പേര് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആയിരിക്കുന്നത്. ഞങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റുന്നില്ല. ഇന്നലെ രാത്രി മുതൽ ഭക്ഷണം കഴിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി ദുബായിലേക്ക് കൊണ്ടുകൊടുക്കുകയാണ്. അന്ന് ശരിക്കും പറഞ്ഞാൽ റോഡുകളിൽ ഒരു വണ്ടി പോലും ഇല്ല. കാരണം പൂർണ്ണമായും ലോക്ക്ഡൗൺ ആയ ദിവസമായിരുന്നു. അന്ന് മുതൽ പിന്നീട് എനിക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ഭക്ഷണ സാധനങ്ങളും മറ്റും വിതരണം ചെയ്തു തുടങ്ങി. അതിനുശേഷം കൊറോണ വാക്സിൻ പരീക്ഷണത്തിന് UAE മുന്നിട്ട് വന്നപ്പോൾ എൻ്റെ ശരീരം കൂടി ഞാൻ അതിനു വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണല്ലേ മലയാളികളെ സംബന്ധിച്ചും? അങ്ങനെ ഏതെങ്കിലും മലയാളികൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ നമുക്ക് മറക്കാൻ പറ്റാത്ത? ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം കൊറോണ കാലത്ത് അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും പുതിയ അനുഭവങ്ങളാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. സജ്ജ ലേബർ ക്യാമ്പിൽ ഏരിയയിൽ ഒരാൾ പെട്ടെന്ന് ഈ കൊറോണയുമായി ബന്ധപ്പെട്ട പേടി കാരണം മാനസിക നില തെറ്റി അവിടെ അലയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും മധു, പുന്നക്കൻ മുഹമ്മദ് അലി, ടി പ്രകാശ്, ഞങ്ങളൊക്കെ ചേർന്ന് അദ്ദേഹത്തെ അവിടെ പോയി എടുത്തുകൊണ്ടുവരികയും അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യും. 10-27 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തെ
നല്ല എന്താ പറയുക നല്ല ആരോഗ്യത്തോടു കൂടി നാട്ടിലേക്ക് പറഞ്ഞേക്കാനൊക്കെ കഴിഞ്ഞു. അതെ അതെ. ഇപ്പൊ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. വേറെ ആളുകളുടെ ജീവിതങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയി നിൽക്കുന്ന ഒരു ടൈം ആയിരിക്കും അത്. ജലീൽക്കനെ സംബന്ധിച്ച് അങ്ങനെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത താൻ ചെയ്തു കൊടുത്ത എന്തെങ്കിലും ഒരു സാമൂഹ്യ പ്രവർത്തനം? കൊറോണ സമയത്തുള്ള ഒരു ഈദിൻ്റെ ദിവസം എനിക്ക് കാലത്ത് ഒരു മെസ്സേജ് വരികയാണ്, ഒരു ഈദ് ഗ്രീറ്റിങ്സ്. അതോടൊപ്പം കുറച്ച് പ്രാർത്ഥനകളായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല ഏത് നമ്പർ എന്നാണ് വന്നത്, എനിക്ക് പരിചയമില്ലാത്ത നമ്പറായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ആരാണെന്ന്, തിരിച്ചങ്ങോട്ടൊരു മെസ്സേജ് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു. അതൊരു ഫിലിപ്പിനോ പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ എങ്ങനെ അറിയാം? അപ്പോൾ അവർ പറഞ്ഞത് ഈ കൊറോണ കാലത്ത് ഞങ്ങൾ ആംബുലൻസ് സർവീസസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നൊരു പരിപാടി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വളരെ വീക്കായ ഒരു കണ്ടീഷനിൽ ആംബുലൻസ് കിട്ടാതെ 6 മണിക്കൂറോളം അവർ വീട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് നമ്മളെ കോൺടാക്ട് ചെയ്യും. ഞങ്ങൾ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, കാരണം ഒരുപാട് ട്രൈ ചെയ്ത് ഒരു ആംബുലൻസ് കിട്ടി. പക്ഷേ ആംബുലൻസ് കിട്ടിയപ്പോൾ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനുള്ള അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് ഒരു 8 മണിക്കൂറോളം ഈ കുട്ടിയെ ആംബുലൻസിൽ തന്നെ കിടത്തിയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. ആ കുട്ടി കൊറോണ മാറിയതിന് ശേഷം അയച്ചൊരു മെസ്സേജാണ്. അത് വളരെ സന്തോഷം തോന്നുന്നു. നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തിക്ക് കിട്ടിയ ഒരു പ്രത്യുപകാരം എന്നൊക്കെ എന്നുള്ള നിലയ്ക്കല്ലേ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു പ്രൊഫഷൻ ബിസിനസ് ആയിട്ടാണ്. എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? ഞാൻ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ഇമ്പോർട്ട് ചെയ്യുന്ന ആളെ. എങ്ങനെ സ്ട്രെസ്ഡ് ആണോ ഒരുപാട് കാര്യത്തിൽ ബിസിനസ്സും? അപ്പൊ എങ്ങനെ ഈ ബിസിനസ്സും സാമൂഹ്യ പ്രവർത്തനം സ്ട്രെസ് റിലീഫ് കിട്ടുന്നത് ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തനമാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഇതിപ്പോ ഒരുപാട് ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാൻ പറ്റും. ഒരുപാട് നല്ല ബന്ധങ്ങൾ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ മാത്രമല്ല നമ്മൾ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒരുപാട് ബന്ധങ്ങൾ. കാരണം ഇപ്പോൾ നമ്മൾ റെഡ് ക്രസൻറ്റ് പോലുള്ള സംഘടനകളിൽ വോളണ്ടിയറിങ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ട്, അവരൊക്കെ നമ്മളുടെ ഫ്രണ്ട്സാണ്. അതുപോലെ ഇവിടെ യു എയിൽ എത്തിയതിന്റെ ശേഷം ഇങ്ങനത്തെ ഈ സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ ഒരുപാട് ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് എങ്ങനെയാണ് ജലീൽഖാൻ ഇപ്പോൾ ആളുകൾ തിരിച്ചറിയുന്നത്? അല്ല, മുമ്പേ നാട്ടിലുള്ള എന്ത് പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരാളാണ്. ഈ 2019 ഫ്ലഡ് ഞങ്ങളുടെ നാട്ടിലൊക്കെ വന്നപ്പോൾ ഞാൻ വളരെ സജീവമായിട്ട് ആ സമയത്ത് നാട്ടിൽ പരിപാടി ഇതിലൊക്കെ ഉണ്ടായിരുന്നു, റെസ്ക്യൂ ചെയ്യാനോ ഒക്കെ. മുമ്പ് തന്നെ ഞാൻ പറഞ്ഞല്ലോ, കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് കുറച്ചറിയാം. പിന്നെ കുറച്ച് പൊളിറ്റിക്സും സംഘടനാ പ്രവർത്തനമൊക്കെ ഉള്ളതുകൊണ്ട് ആളുകളൊക്കെ ഏറ്റവും നല്ല പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ജലീൽക്ക് ഇവിടെ ഏതൊക്കെ സംഘടനകളിലാണ് ഉള്ളതൊക്കെ? ഞാനിവിടെ എൻ്റെ കോളേജ് അലുമിനിയുണ്ട്, സർ സെയ്ദ് കോളേജ് അലുമിനി. അതുപോലെ ദർശന എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു കലാ സാംസ്കാരിക വേദിയുണ്ട്. ചിരന്തന എന്ന് പറയുന്ന സംഘടനയുണ്ട്. അതുപോലെ അക്കാഫ് അസോസിയേഷൻ ഉണ്ട്. പിന്നെ ഇന്ത്യൻ അസോസിയേഷൻ്റെ മെമ്പറാണ്. പിന്നെ ഇൻകാസ് എന്ന് പറയുന്ന സംഘടനയിലൊക്കെ മെമ്പറായിട്ട് ഉണ്ട്. അതുപോലെ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട് വിസിറ്റ് വിസയിലൊക്കെ വന്നിട്ട് ജോലിയൊന്നും കിട്ടാതെ ഇവിടെ പെട്ടുപോകുന്ന ആളുകൾ. ജലീൽക്കൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? കാരണം ഈ കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഫേസ് ചെയ്തതെന്ന് പറഞ്ഞാൽ അന്ന് വിസിറ്റ് വിസയിൽ വന്ന് വിസിറ്റ് വിസ ഓവറായിട്ടുള്ള ആൾക്കാരെ ആണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തത്. അങ്ങനെ ഉള്ള എക്സ്പീരിയൻസ്. ഇപ്പോൾ വിസിറ്റ് വിസയിൽ വരുമ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. 5000 ദിർഹംസ് സാലറി വേണം. പിന്നെ അതുപോലെ യു എയിലുള്ള ഒരാളുടെ എമിറേറ്റ്സ് ഐ ഡി ഒക്കെ വേണം. ഒരു കണക്കിന് നന്നായി അത് ആ ഒരു നിയമം വന്നത്. അങ്ങനെ അല്ലേ? ബേസിക്കലി ഒരു ബിസിനസ് മാൻ ആണ്. ഇവിടെ യു എയിൽ ഒന്നിലധികം സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുമാണ്. എങ്ങനെ ഇത് ഒരുമിച്ച് കൊണ്ടുപോകുന്നു? ഒരുമിച്ച് കൊണ്ടുപോകുന്നു പറഞ്ഞാൽ ബിസിനസ് കഴിഞ്ഞിട്ടുള്ള സമയം ഒക്കെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയാണ്. ദർശന എന്ന് പറയുന്ന ഓരോ സംഘടനയും അതിന് വ്യത്യസ്തമായ മുഖങ്ങളാണ്. ദർശന എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡൻ്റാണ് ഞാൻ. ദർശന പൂർണ്ണമായിട്ടും ഒരു കലാ സാംസ്കാരിക സംഘടനയാണ്. അതുപോലെ ചിരന്തന എന്ന് പറയുന്ന സംഘടന ഞാൻ വൈസ് പ്രസിഡൻ്റാണ്. ചിരന്തന പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ്. അതുപോലെ കോളേജ് അലുമിനി നിങ്ങൾക്കറിയാം, കാരണം ഒരു അടിച്ചുപൊളി സംഘടനയാണ്. കാരണം ആ പഴയ ഫ്രണ്ട്സും പഴയ കൂട്ടായ്മയും അതൊക്കെ ആയിട്ട് സർ സെയ്ദ് കോളേജ് അലുമിനി, ഞാൻ തളിപ്പറമ്പുള്ള സർ സെയ്ദ് കോളേജിലാണ് പഠിപ്പിച്ചത്. അതിൻ്റെ സ്കോട്ട എന്ന് പറയുന്ന സംഘടന. ഈ കോളേജ് അലുമിനികളുടെ ഒരു കൂട്ടായ്മയാണ് അക്കാഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യൻ അസോസിയേഷൻ നിങ്ങൾക്കറിയാം, ലോകത്ത് തന്നെ ചിലപ്പോൾ ഏറ്റവും വലിയ ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യക്കാരുടെ കൂട്ടായ്മയാണ്. പിന്നെ ഇൻകാസ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ്. അങ്ങനെയാണ്. ഈ ദർശന സംഘടനയിൽ എങ്ങനെയാണ് ആദ്യമായിട്ട് എത്തിപ്പെടുന്നത്? എങ്ങനെയാണ്? ദർശന ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് രൂപീകരിച്ചതാണ്. കാരണം കലാ സാംസ്കാരിക രംഗത്തുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും കലയും പാട്ടും ഒക്കെ ഉള്ളവരെ ഒന്ന് ഒത്തുകൂടി ഒന്ന് അവരുടെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട്
അതുപോലെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഫാമിലി എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഫാമിലിയുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ കഴിയൂ. പറ്റുള്ളൂ. പൂർണ്ണമായ സപ്പോർട്ടാണ്. അതിലേറ്റവും ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. റമദാൻ മാസത്തിൽ എല്ലാ മുസ്ലിം ഫാമിലിയും ആഗ്രഹിക്കുന്നതാണ് ഇഫ്താർ എല്ലാവരും കുടുംബത്തോടെ ഫാമിലിയുടെ കൂടെ കഴിക്കുക എന്നുള്ളത്. എന്നാൽ എന്നെ സംബന്ധിച്ച് മിക്കവാറും ഇഫ്താർ എനിക്കൊരിക്കലും ഫാമിലിയുടെ കൂടെ കഴിക്കാൻ സാധിക്കാറില്ല. കാരണം ആ സമയത്ത് ഞാൻ മിക്കവാറും ഒന്നുകിൽ ലേബർ ക്യാമ്പിൽ അല്ലെങ്കിൽ ഈ ട്രാഫിക് സിഗ്നലുകളിൽ ഒക്കെ ഭക്ഷണ വിതരണത്തിലായിരിക്കും. അതിന് പൂർണ്ണമായും ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. എന്താ മക്കളൊക്കെ എന്താ ചെയ്യുന്നത്? മൂത്ത മകൾ ഇപ്പോൾ MBA ഒക്കെ പഠിക്കുന്നത്, അത് അവൾ കല്യാണം കഴിഞ്ഞ ജനുവരിയിൽ കല്യാണം കഴിഞ്ഞു. രണ്ടാമത്തെ മകൾ ഡിഗ്രി ഫൈനൽ ഇയർ ആണ്. മൂന്നാമത്തത് മകനാണ്, അവൻ 8ാം ക്ലാസ് പഠിക്കുന്നു. മക്കളൊക്കെ ഭയങ്കര പ്രൗഡാണ് ഉപ്പച്ചിന്റെ. അതെ, കാരണം അവരൊക്കെ ഇടയ്ക്കിടെ എൻ്റെ കൂടെ വളണ്ടിയറിങ്ങിന് വരാറുണ്ട്. അങ്ങനെ. അതുപോലെ ഈ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് എടുത്തു ചോദിക്കേണ്ട ഒരു സമയത്താണ് ഇവിടെ UAE ലേബർ ക്യാമ്പുകളുടെ അവസ്ഥ. എന്താണ് ജലീൽക്കൊക്കെ അതിനെ പറ്റിയുള്ളൊരു? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ലേബർ ക്യാമ്പുകളിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇവിടുത്തെ UAE ഗവൺമെന്റിന്റെ സപ്പോർട്ട്. കാരണം ഇപ്പൊ നിങ്ങൾക്കറിയാം, ലേബർ ക്യാമ്പുകൾ എന്നല്ല പറയാം, ലേബർ വില്ലേജുകളാണ്. അവിടെ എല്ലാ സൗകര്യങ്ങളും ഇപ്പം UAE ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്റർടൈൻമെന്റ് ആയാലും ഇപ്പോൾ ഈദിൻ്റെയൊക്കെ ഹോളിഡേയ്സിൽ മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്നതിനേക്കാൾ വലിയ എന്റർടൈൻമെന്റുകൾ ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ലേബർ ഏരിയകളിൽ നടക്കുന്നുണ്ട്. അങ്ങനെ. അതുപോലെ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഗോൾഡൻ വീസ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് കിട്ടിയ ആളാണ്. എങ്ങനെയായിരുന്നു അത്? അതിലേക്കുള്ളൊരു അത് UAE ഗവൺമെന്റിന്റെ ഗോൾഡൻ വിസ ഈ സാമൂഹ്യ പ്രവർത്തകർക്ക് ലഭിക്കണമെങ്കിൽ ചില ക്രൈറ്റീരിയ ഉണ്ട്. ഏറ്റവും കുറഞ്ഞത് 500 മണിക്കൂർ വളണ്ടിയറിങ് ചെയ്യണം. ഞാൻ ഏകദേശം 2200 മണിക്കൂർ വളണ്ടിയറിങ് കംപ്ലീറ്റ് ചെയ്തതാണ്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ റെക്കഗ്നേഷൻ ഉണ്ടാവണം. എനിക്ക് മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൻ്റെ റെക്കഗ്നേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവരുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റും എൻ്റെ ആപ്ലിക്കേഷനും കൂടി കമ്പയർ ചെയ്തിട്ടാണ് അപ്രൂവ് ചെയ്യുന്നത്. എന്താ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറഞ്ഞത്? ഗോൾഡൻ വിസയിൽ എല്ലാവരും ഹാപ്പിയാണ്. നമ്മൾ വേറെ രാജ്യത്തൊക്കെ പോകുന്ന സമയത്ത് പാസ്പോർട്ടിൽ അതൊക്കെ കാണിക്കുമ്പോൾ ഒരു പ്രൗഡ് മൊമെന്റ് സത്യം പറഞ്ഞാൽ. തീർച്ചയായിട്ടും. മാത്രമല്ല UAE ഗവൺമെൻറ് എപ്പോഴും ഇങ്ങനെയുള്ള, അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ഓണർ ചെയ്തിരിക്കും. അതിനുള്ള കാരണം എനിക്ക് ഈ UAE ഗോൾഡൻ വിസ മാത്രമല്ല UAE ഗവൺമെൻറ് തന്നത്. ഈ കൊറോണ കഴിഞ്ഞ് ഉംറ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്ത് ഗവൺമെൻറ് ചിലവിൽ എന്നെ ഉംറക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് പൂർണ്ണമായും ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ തന്നെ. ഇതൊക്കെ ഈ UAE ഗവൺമെൻറ് ഈ വളണ്ടിയറിങ്ങിന് തന്ന സമ്മാനങ്ങളാണ്. തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇനി ജലീൽ ഖാന്റെ ഭാവി പരിപാടികൾ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇവിടെയൊക്കെ ആയിട്ട് ഇവിടെ ഇപ്പോഴും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സജീവമാണ്. പ്രത്യേകിച്ച് റെഡ് ക്രസന്റ് പോലുള്ള സംഘടനകളിൽ വളരെ സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ ജലീൽക്ക പറഞ്ഞ നാട്ടിലെ NSSൽ എന്തിലൊക്കെ വർക്ക് ചെയ്ത് ആ ഒരു രംഗത്ത് ഇങ്ങനെ വന്ന് അന്നൊക്കെ വിചാരിച്ചിരുന്നു ഇങ്ങനെ ഒരു പ്രവാസിയായിട്ട് ഇങ്ങോട്ട് വരും, ഇവിടെ അങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം? ഇല്ല, ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം എല്ലാ ആളെയും പോലെ ഒരു തൊഴിൽ തേടിയുള്ള പ്രവാസം. ഞാൻ 1992 പ്രവാസിയാവുന്നത്. ആദ്യമായിട്ട് ഞാൻ പോയത് സൗദി അറേബ്യയിലായിരുന്നു. ഏകദേശം 5 വർഷം സൗദി അറേബ്യയിലുണ്ടായിരുന്നു. അതിനുശേഷം 97 UAE വരുന്നത്. സൗദി അറേബ്യയിൽ ഈ പറഞ്ഞ പോലെ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല അധികം. പക്ഷേ UAE വന്നപ്പോൾ പഴയ ഇതിൻ്റെ ഒരു ഊർജ്ജം വീണ്ടും നമുക്ക് ലഭിച്ചു. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ശരിക്കും എക്സ്പ്ലോർ ചെയ്തു. ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു ഇവിടെ UAE എത്തിയതിന്റെ ശേഷമുള്ള? UAE സംഘടനകളുമായിട്ട് ബേസ് ചെയ്തിട്ട് തന്നെയാണ് പല ഓപ്പർച്യൂണിറ്റീസും അന്നുണ്ടായിരുന്ന അതിലൂടെയാണ് ചെയ്തുകൊണ്ടുവരുന്നത്. ഇപ്പൊ നാട്ടിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെ നോക്കുമ്പോൾ UAE തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നാറുണ്ടോ? അല്ല, വ്യത്യാസമില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നാട്ടില് എന്താ പറയാ, നമുക്കത് ഒരു ഓർഗനൈസ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇപ്പോൾ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് ഇപ്പോൾ സൗദിയിൽ അബ്ദുറഹീമിന്റെ മോചനം എന്നൊക്കെ പറയും. ജലീൽക്കൊക്കെ എന്താണ് അഭിപ്രായം? അത് നമ്മുടെ ബോച്ചയുടെ ആ ഒരു ഇനീഷ്യേറ്റീവ് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ കേസ് തള്ളിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വധശിക്ഷ നിർത്തിവെച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോഴത്തെ യുവത്വത്തിനുള്ള യങ്സ്റ്റേഴ്സിന് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിനോടുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? ഒരു പരിധിവരെ ആൾക്കാർ വരുന്നുണ്ട്. മാത്രമല്ല UAE സംബന്ധിച്ച്
ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ നിർബന്ധമായും ഒരു നിശ്ചിത സമയം സന്നദ്ധ പ്രവർത്തനം നടത്തിയിരിക്കണം. അത് നല്ലൊരു റൂൾ തന്നെ. ശരിക്കും കുട്ടികൾക്കും തന്നെ ഈ ഒരു രംഗത്തേക്ക് മുന്നിട്ടിറങ്ങാൻ പറ്റിയ ഒരു കാര്യം. അതുപോലെ ഇവിടെ UAE ബിസിനസിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഞാൻ സൗദിയിൽ നിന്ന് വന്ന ഉടനെ തന്നെ സ്വന്തമായി തന്നെ ബിസിനസ് ആരംഭിക്കുകയായിരുന്നു. ആദ്യം ബിസിനസ് ചെയ്തു. സൗദിയിൽ നിന്ന് കുറച്ച് കാശൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ എത്തിയൊരു 2 കൊല്ലം ബിസിനസ് ചെയ്തപ്പോൾ ഏകദേശം ആ കാശൊക്കെ തീർന്നു. പിന്നീട് ഞാൻ തൊഴിൽ ചെയ്യാൻ തുടങ്ങി. ഈ ഇപ്പോൾ ചെയ്യുന്ന അതേ മേഖലയിൽ തന്നെയായിരുന്നു തൊഴിൽ ചെയ്തിരുന്നത്. അവിടെ നിന്നാണ് പിന്നീട് ബിസിനസ്സിലേക്ക് വരുന്നത്. അതേ മേഖല തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. ഒരേ മേഖലയിൽ മാത്രമാണ് ഇതുവരെ ആ ഒരു ബിസിനസ് ചെയ്തത്. ഇങ്ങനെ ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും ചലഞ്ചിങ് നേരിടേണ്ടി ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലുള്ള ചാലഞ്ചസ് ഉണ്ട്. പിന്നെ എൻ്റെ ഫീൽഡും അതുപോലെയാണ്, പെരിഷബിളാണ്. അപ്പോൾ എപ്പോഴും ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന നമ്മളെപ്പോഴും ഇങ്ങനെ കേൾക്കുന്ന വേർഡാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ച് എപ്പോഴും സ്ട്രെസ് കൂടിയിട്ടുള്ള ഒരു ലൈഫാണ് എന്നുള്ളത്. അതിന്റെ ഇടയിൽ കൂടി ഒരു റിലീഫ് കിട്ടുന്നത് മേ ബി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എനിക്കൊരു പാഷനായിട്ടുള്ളത് ഈ വളണ്ടിയറിങ് തന്നെയാണ്. വളണ്ടിയറിങ്ങിൻ്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമാണ്. സംഘടനയിൽ പ്രസിഡന്റ്, സെക്രട്ടറി, കുറേ പോസ്റ്റുകൾ. അതേസമയം വളണ്ടിയറിങ്ങിൽ എല്ലാവരും വളണ്ടിയേഴ്സാണ്, എല്ലാവരും തുല്യരാണ്, എല്ലാവരും ജോലി ചെയ്യും. കാരണം മാനേജർ ആയാലും ക്യാപ്റ്റൻ ആയാലും എല്ലാവരും ഒരേപോലെ വർക്ക് ചെയ്യുന്നതാണ്. ഏതെങ്കിലും വ്യക്തികളെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണോ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്? ഇൻസ്പയർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറും ഏകദേശം ഈ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നത്. ലീഡിങ് ആദ്യം താല്പര്യമുള്ള ഒരാളായിരുന്നു, ലീഡറായിട്ട്. ലീഡർ ആവണം എന്നുള്ളൊരു മോഹം ഇല്ല, അധികമില്ല. കാരണം വർക്ക് ചെയ്യണം എന്നുള്ളൊരു മോഹമാണ്. അതുപോലെ ബിസിനസ്മാൻ ആണെന്ന് പറയുമ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ കൂടി എന്തായാലും ചോദിക്കണം. UAE ബിസിനസ് സാധ്യതകൾ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നോക്കി കാണുന്ന സമയത്ത്? UAE ഒരുപാട് ബിസിനസ് സാധ്യതകൾ. കാരണം എന്ന് പറഞ്ഞാൽ UAE ഒരു ലോകത്തിൻ്റെ ഒരു മുഖമാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സ്ഥലമാണ് UAE, പ്രത്യേകിച്ച് ദുബായ്. അപ്പോൾ ഒരു ബിസിനസ് മാനായി മാറിയ സമയത്ത് ഇപ്പോൾ യങ്സ്റ്റേഴ്സിന് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റും? യങ്സ്റ്റേഴ്സിന് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ സിൻസിയർ ആയിരിക്കണം, ട്രസ്റ്റ് വർത്തി ആയിരിക്കണം. ഇത് തന്നെയാണ് കൊടുക്കാൻ പറ്റിയ ഏറ്റവും 2 ടിപ്പ് എന്ന് പറയുന്നത് അല്ലേ? അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എന്തായാലും നിർബന്ധമാണ്. ഇവിടെ UAE ഗവൺമെന്റ് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം UAE ഗവൺമെന്റ് ഇതുപോലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ വളരെ നല്ല നിലയിലാണ് കാണുന്നത്. കാരണം എല്ലാവിധ സപ്പോർട്ടും കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള. കാരണം ഈ സന്നദ്ധ പ്രവർത്തകർക്ക് ഈ സംഘടന വഴിയൊക്കെ ചെയ്യുന്നതിനൊരു ലിമിറ്റുണ്ട്. അതേസമയം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയുള്ള ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വളണ്ടിയറിങ് പ്ലാറ്റ്ഫോം ഉണ്ട്, volunteers.ae എന്ന് പറയുന്നത്. അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, എവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരികയും നമുക്ക് ഫ്രീ ആയിട്ടുള്ള സമയത്ത് ഈ ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉപയോഗപ്പെടുത്തി വളണ്ടിയറിങ്ങിലേക്ക് പോകാനും പറ്റും. ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ കൃത്യമായി അറ്റൻഡൻസും, കാരണം നമ്മൾ എത്ര മണിക്കൂർ വളണ്ടിയറിങ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കണക്ക് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടാവുകയും അതിനൊക്കെ അംഗീകാരങ്ങളും സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്പം തന്നെ തരിക. അതുപോലെ തന്നെ ദുബായ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് തീർച്ചയായിട്ടും ദുബായ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ പറഞ്ഞതുപോലെ ദുബായ് പോലീസിൽ തന്നെ വളണ്ടിയറിങ്ങിന് ഒരു വിങ് ഉണ്ട്. അതിലും ഞാൻ അംഗമാണ്. നമ്മൾ കാണാറുണ്ട് ഇഫ്താറിന്റെ സമയത്ത് ഈ റെഡ് ക്രസന്റും ദുബായ് പോലീസും ചേർന്നാണ് ഞങ്ങൾ ഈ സിഗ്നലുകളിൽ, ട്രാഫിക് സിഗ്നലുകളിലൊക്കെ ഭക്ഷണ വിതരണം നടത്തുന്നത്. ഓക്കെ. ഇപ്പൊ ഇനി ഇങ്ങനത്തെ കാര്യങ്ങളായിട്ട് ഫ്യൂച്ചറിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇനി എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടോ ജലീലിലേക്ക് നേടിയെടുക്കാൻ പറ്റിയ? ഇല്ല, അങ്ങനെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അങ്ങനെയുള്ള ഈ രംഗത്ത് അങ്ങനെ ഒരു ഡ്രീം ഒന്നുമില്ല. ഇപ്പൊ ഈ ഗോൾഡൻ വിസ തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്നത്. നമ്മളുടെ ആ ഒരു സോഷ്യൽ വർക്ക് ചെയ്യുക എന്ന് മാത്രമല്ല, അതിൽ എന്തെങ്കിലുമൊക്കെ അംഗീകാരം കിട്ടുമ്പോൾ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ലീവിന് നാട്ടിൽ പോകുന്ന സമയത്ത് അവിടെയുള്ള കാര്യങ്ങളിലും ഇടപെടാറുണ്ട്. അതുപോലെ ഞാൻ വളരെ നന്ദി പറയുകയാണ്, വളരെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി UAE ഗവൺമെൻറ്റിനോട്. കാരണം ഞാൻ ഗോൾഡൻ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് എനിക്ക് വെറും 3 ദിവസം കൊണ്ടാണ് ഗോൾഡൻ വിസ അപ്രൂവായി കിട്ടിയത്. കാരണം ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇത്രയും പെട്ടെന്ന് കിട്ടുമെന്ന്. കാരണം ഏകദേശം 2200ഓളം മണിക്കൂറിൻ്റെ വളണ്ടിയറിങ് അവേഴ്സൊക്കെ ഉണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് അപേക്ഷ നൽകിയതെങ്കിലും 3 ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഗോൾഡൻ വിസ അപ്രൂവായി തന്നു. അതിന് ഞാൻ
UAE ഗവൺമെൻറ്റിനോടുള്ള നന്ദിയും കടപ്പാടും ഹൃദയത്തിൽ നിന്ന് അറിയിക്കുകയാണ്. എന്തായാലും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ലൈഫിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ജലീൽക്കനെ പോലെയുള്ള ആളുകളെയാണ് നമുക്ക് നമ്മുടെ നാടിന് ആവശ്യമായിട്ട് വരുന്നത്. ഒരുപാട് പേരുടെ പച്ചയായിട്ടുള്ള ജീവിതങ്ങൾ പച്ചയായി കണ്ട മനുഷ്യനാണ്, ഒരുപാട് അനുഭവങ്ങളുള്ള ആളാണ്. എന്തായാലും നമ്മുടെ ഗൾഫ് GTVയുടെ ഗൾഫ് ഗസ്റ്റ് എന്ന പരിപാടിയിൽ പങ്കെടുത്തതിന്, ഇത്രയും നേരം നമ്മളോട് സഹകരിച്ചതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയും. താങ്ക് യു.